നമ്മൾ പുറത്തുപോയി കഴിക്കുന്ന ഫുഡിന്റെ ക്വാളിറ്റി അല്ലെങ്കിൽ ആ പ്രിമൈസസിന്റെ വൃത്തി അത് നമ്മളുടെ അവകാശമാണ് കസ്റ്റമേഴ്സിന്റെ, അല്ലാതെ റെസ്റ്റോറൻറ്റ് ടീം തരുന്ന ഔദാര്യമല്ല. തട്ടുകടയിലെ ഫുഡ് എന്ന് പറഞ്ഞാൽ സാധാരണ ഹോട്ടലിൽ കിട്ടുന്ന ആ സെയിം റേറ്റ് തന്നെ നമ്മൾ തട്ടുകടയിലും കൊടുക്കണം. കൊച്ചിയിൽ കുഴിമന്തി കഴിച്ചവർക്ക് ഭക്ഷ്യവിഷബാധയെന്ന് സംശയം. പരാതികളെ തുടർന്ന് ഭക്ഷ്യസുരക്ഷാ വിഭാഗം ഹോട്ടൽ അടപ്പിച്ചു. കത്രിക്കടവിലെ അൽറീം ഹോട്ടലാണ് അടച്ചത്. ലൈസൻസും സസ്പെൻഡ് ചെയ്തു. പരിശോധനയ്ക്കായി ഭക്ഷ്യസുരക്ഷാ വിഭാഗം സാമ്പിളുകൾ ശേഖരിച്ചു. ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചവർ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടി. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ലാസ്റ്റ് വീക്ക് ഞാനൊരു ഷോർട്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് FSSAI ഒരു ആപ്ലിക്കേഷൻ ഇറക്കിയായിരുന്നു. അത് വേറെ ഒന്നുമല്ല, നമ്മുടെ റെസ്റ്റോറൻറ്റിൽ പോയി എന്തെങ്കിലും ഫുഡ് കഴിച്ചിട്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ, അവിടെ പ്രിമൈസസിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ആപ്ലിക്കേഷനിൽ റിക്വസ്റ്റ്, അതായത് കംപ്ലയിൻറ്റ് റേസ് ചെയ്യാം. കംപ്ലയിൻറ്റ് നമ്പർ നമുക്ക് കിട്ടും. അതുകൂടാതെ എന്തെങ്കിലും ഫീഡ്ബാക്ക് കാര്യങ്ങളുണ്ടെങ്കിൽ മീൻസ് നമ്മൾ അയച്ചതിന് തിരിച്ച് ഫീഡ്ബാക്ക് ആ ആപ്ലിക്കേഷനിൽ തന്നെ കിട്ടും. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തായിരുന്നു. ഞാൻ ലാസ്റ്റ് വീക്കാണ് പോസ്റ്റ് ചെയ്തത്. ആ ഒരു ആപ്ലിക്കേഷനെ പറ്റിയുള്ള വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തതിന് ശേഷം അന്ന് വൈകുന്നേരം പിറ്റേ ദിവസമാണ് ഞാൻ നമ്മുടെ അൽറീമിൽ ഈ ഒരു ഇൻസിഡൻറ്റ് നടന്നത്. അതായത് ഫുഡ് കഴിച്ച് കുറച്ച് പേർക്ക് പ്രോബ്ലം ഉണ്ടായി എന്നുള്ളത് ഞാനത് കണ്ടായിരുന്നു. പിന്നെ ഞാൻ ആ വഴി പോയപ്പോൾ അത് അൽറീം നമ്മുടെ കടവന്ത്രയല്ല, കത്രിക്കടവിലുള്ള അൽറീം ക്ലോസ്ഡ് ആയിരുന്നു. യൂഷ്വലി ഞങ്ങൾ അവിടെ പോയി കഴിക്കാറുള്ളതായിരുന്നു. ഇത് കണ്ടപ്പോൾ പെട്ടെന്ന് ഷോക്കായി. ബട്ട് ഇന്നലെയാണ് ഞാൻ അറിഞ്ഞത് അവിടുത്തെ ആ ഫുഡ് ഇൻഫെക്ഷൻ്റെ കാരണം ഷിഗല്ല വൈറസ് ആണെന്ന്. അത് കേട്ടപ്പോൾ കുറച്ചും കൂടി പാനിക്കായി. നമുക്ക് ഒരു ഹെൽത്ത് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, അതിൽ തന്നെ ഫുഡ് ഇൻസ്പെക്ടർ അങ്ങനത്തെ ടീം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവർ പോയി റെയ്ഡ് നടത്തും, അങ്ങനത്തെ സിസ്റ്റമൊക്കെ നമുക്കുണ്ട്. അതായത് ഇവർക്ക് എന്തെങ്കിലും ആക്ഷൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലംസ് അല്ലെങ്കിൽ ഇൻസിഡൻസോ ഉണ്ടാകണം. ലൈക്ക് ഇപ്പം നടന്ന അൽറീമിൽ നടന്ന പോലെ കുറച്ച് കാര്യങ്ങൾ. അല്ലെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഇയർ ഉണ്ടായിരുന്നു, ഷവർമ കഴിച്ചിട്ട് ഒരു വിദ്യാർത്ഥി മരിച്ചു എന്ന് പറഞ്ഞിട്ട്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ ഇൻസിഡൻസ് വരുമ്പോൾ ഇവർ പെട്ടെന്ന് അലേർട്ട് ആവും. ഇവർ പോയി എല്ലാ റെസ്റ്റോറൻറ്റും കാര്യങ്ങളും സെർച്ച് ചെയ്യും, ഇൻസ്പെക്ട് ചെയ്യുമ്പോൾ അവരെന്തായാലും കണ്ടെത്തുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് നടക്കുമ്പോൾ ഇവർ ചെല്ലുന്നു, അത് പോയി റെയ്ഡ് ചെയ്തിട്ട് ഇത് പിടിച്ചിട്ട് അത് വാർത്തയിലൊക്കെ കാണിക്കുന്നുണ്ട്. ഇവരിത് ഡെയിലി ചെയ്യാറുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും മെക്കാനിസം ഇവർക്കുണ്ടോ? മീൻസ് എങ്ങനെയാണ് ഇവർ ഓഡിറ്റ് ചെയ്യുന്നത്? ഈ ഫുഡ് ഇൻഫെക്ഷനോ അങ്ങനത്തെ പ്രോബ്ലംസോ പ്രിവെൻഷൻ ചെയ്യാനായിട്ട് ഇവർക്ക് എന്തെങ്കിലും സിസ്റ്റം ഉണ്ടോ? നിങ്ങൾക്കറിയോ അതിനെപ്പറ്റി എന്തെങ്കിലും? അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻസിൽ മെൻഷൻ ചെയ്യാമോ? ഇവിടെ അവർക്ക് ആക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ ആരെങ്കിലും മരിക്കണം. ഞാൻ താമസിക്കുന്നത് കൊച്ചിയിലാണ്. കൊച്ചി എന്ന് പറഞ്ഞാൽ ഫുഡിന് ബെസ്റ്റ് ഹബ്ബാണ്. നോട്ട് ഓൺലി കൊച്ചി, പലയിടത്തും അതെ. പക്ഷെ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുവാണ്, ഫുഡിന് പറ്റിയ ഹബ്ബാണ്. പിന്നെ ഇവിടുത്തെ ഒരു ലൈഫ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എല്ലാവരും ജോലിക്ക് പോകുന്നു, തിരിച്ചു വരുന്നു, രാത്രി ഡിന്നർ പുറത്തു പോയി കഴിക്കുന്നു, അങ്ങനെ ഒരു സിസ്റ്റമാണ്. അറ്റ്ലീസ്റ്റ് വീക്കെൻഡ് പോലും ഫാമിലി പുറത്തുനിന്ന് കഴിക്കുന്നത്. ആൻഡ് ഇവിടെ നമുക്ക് സാധാരണ തട്ടുകട തൊട്ട് റെസ്റ്റോ ബാർസ് വരെ ഉണ്ട് 24/7. എന്നിട്ടും ഈ ഒരു, അതായത് ഓരോ ദിവസം പുതിയ പുതിയ റെസ്റ്റോറൻറ്റ്സും തട്ടുകട ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ലൈസൻസ് കൊടുക്കുമ്പോൾ ഇവർ പ്രോപ്പറായിട്ട് ഇത് ചെക്ക് ചെയ്തിട്ടാണോ കൊടുക്കുന്നത്? തട്ടുകടയിലെ ഫുഡ് എന്ന് പറഞ്ഞാൽ സാധാരണ ഹോട്ടലിൽ കിട്ടുന്ന ആ സെയിം റേറ്റ് തന്നെ നമ്മൾ തട്ടുകടയിലും കൊടുക്കണം. പക്ഷെ എന്ന് വെച്ചാൽ തട്ടുകടയിലെ സെറ്റപ്പ് അറിയാമല്ലോ നിങ്ങൾക്ക്. ചിലപ്പോൾ ചെറിയൊരു ബെഞ്ചും കാര്യങ്ങളൊക്കെ ആയിരിക്കും. സംഭവം നല്ലതാണ്, നമ്മൾ ഗ്യാങ് ആയിട്ട് പോകുമ്പോൾ ഒരു വൈബാണ് തട്ടുകടയിൽ നിന്ന് ഫുഡ് കഴിക്കുക എന്ന് പറഞ്ഞാൽ. പക്ഷേ എക്സ്പെൻസ് ഇത് കൺട്രോൾ ചെയ്യാൻ വല്ല മെക്കാനിസം ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ഈ ഫുഡിൻ്റെ പ്രൈസും കാര്യങ്ങളും തീരുമാനിക്കുന്നത്. കാരണം തട്ടുകടയിലും ഇപ്പോൾ സെയിം പ്രൈസാണ് റെസ്റ്റോറൻറ്റിൽ ചോദിക്കുന്ന സെയിം പ്രൈസാണ് തട്ടുകടയിലും ചോദിക്കുന്നത്. ഇവിടെ പൈസയുടെ കാര്യമല്ല, പൈസ ഇവിടെ കൊടുക്കാൻ ആൾക്കാർ തയ്യാറാണ്. നല്ല ഫുഡ് കൊടുത്താൽ എവിടെ വന്ന് ക്യൂ നിന്നാണെങ്കിലും നമ്മളെ നാട്ടുകാർ പൈസ കൊടുത്ത് ഫുഡ് കഴിക്കും. അതല്ല ഇവിടെ. പക്ഷേ നമ്മൾ ഈ പൈസ കൊടുക്കുമ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് നമുക്കൊരു ക്വാളിറ്റിയാണ്, നമ്മളൊരു സർവീസാണ്. ഇത് പ്രോപ്പറായിട്ട് തരുന്നുണ്ട്. പ്രിമൈസസ് വൃത്തിയല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആക്ട് ചെയ്യാം, നമുക്ക് റിയാക്ട് ചെയ്യാം. പക്ഷേ ഫുഡ് നല്ലതാണോ ഇല്ലയോ എന്ന് നമുക്ക് ചിലപ്പോൾ അപ്പം അറിയാൻ പറ്റില്ല. നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ വീട്ടിൽ ചെന്ന് ഡൈജഷനൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഇത് നമ്മളുടെ ശരീരത്തിൽ ആക്ടായി തുടങ്ങുന്നത്. അപ്പോൾ അത് ശരിക്കും അവരുടെ ഉത്തരവാദിത്തമല്ലേ? അതല്ലെങ്കിൽ അവരത് ശരിക്കും ചെയ്യണമെന്നുള്ളത് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമല്ലേ? ഇതിൽ ഗവൺമെൻറ്, അതായത് നമ്മുടെ ഗവൺമെൻറ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. ഇവരുടെ മെക്കാനിസം എങ്ങനെയാണ്, ഇവരെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്കറിയില്ല. എനിക്കൊരു സജഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ, അതായത് ഒരു വീക്കിലിയോ മന്ത്ലിയോ ഓഡിറ്റ് നടത്താം. ഓഡിറ്റ് ഇൻ ദ സെൻസ് പോയി അവരുടെ പ്രിമൈസസിൽ ചെന്നിട്ട് ചെക്ക് ചെയ്യുക ഓരോ കാര്യങ്ങളും. ഫുഡ് വെക്കുന്നത് എങ്ങനെയാണ്, അവിടുത്തെ സ്ഥലം എങ്ങനെയാണ്, ആ കാര്യങ്ങൾ ചെക്ക് ചെയ്യുക. പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ ഒരു സ്ക്വാഡ് രൂപീകരിക്കുക. ഇൻ കേസ് അവിടുത്തെ പ്രിമൈസ് എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കസ്റ്റമേഴ്സിന് ഒരു നമ്പർ കൊടുക്കുക. നമ്പർ വിളിച്ചു കഴിഞ്ഞാൽ അവർ സ്പോട്ടിൽ വന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു ഇത് വിത്തിൻ അവരവിടെ എത്തി ഇതെല്ലാം ചെക്ക് ചെയ്തിട്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അപ്പം തന്നെ ഹോട്ടലിൽ ക്ലോസ് ചെയ്യുന്ന സിസ്റ്റം, അങ്ങനെ എന്തെങ്കിലും കൊണ്ടുവരാം. അങ്ങനെ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. നമ്മൾ വിളിക്കുമ്പോൾ ഫുഡ് ഇൻസ്പെക്ടേഴ്സും കാര്യങ്ങളൊക്കെ എത്താറുണ്ട്. ബട്ട് ഞാൻ പറയുന്നത് അത് കുറച്ചും കൂടെ പ്രാക്ടിക്കലി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. വിത്തിൻ അവേഴ്സിനുള്ളിലോ മിനിറ്റ്സിനുള്ളിൽ അവരെത്തി എല്ലാം ചെയ്യുന്ന രീതിയിൽ. പിന്നെ ഈ എന്തെങ്കിലും നമ്മളൊരു ഇഷ്യൂ റേസ് ചെയ്തിട്ട് അത് തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ പെർമനൻ്റ് ആയിട്ട് അവരുടെ ലൈസൻസ് കട്ട് ചെയ്യുക. അങ്ങനെ കട്ട് ചെയ്ത എന്താ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇവർക്ക് എല്ലാവർക്കും ഒരു പേടി വരും. ഇപ്പം നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ഹോട്ടൽ
നമ്മളിപ്പോൾ ദേശാഭിമാനിൽ കഴിഞ്ഞ 2-3 കൊല്ലം നടന്നൊരു സംഭവമാണ്. ഒരു ഹോട്ടൽ അവിടെ ഫുഡ് എന്തോ പ്രശ്നം വന്നു, അത് പൂട്ടിച്ചു. ബട്ട് ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കുന്ന ആ ഹോട്ടൽ ഇപ്പോഴും വർക്കിംഗ് ആണ്. അപ്പോൾ എന്തെന്ന് വെച്ചാൽ ഇവർക്ക് ഒരു പേടിയോ കാര്യങ്ങളൊന്നുമില്ല. ഇവർ നടത്തും, ഓഡിറ്റ് വരും, ചിലപ്പോൾ കണ്ടുപിടിക്കും, ചിലപ്പോൾ 2 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യും, അല്ലെങ്കിൽ ഫൈൻ എന്തെങ്കിലും അടയ്ക്കും, അവർ വീണ്ടും കണ്ടിന്യൂ ചെയ്യും. ഇതല്ല നമുക്ക് വേണ്ടത്. പെർമനൻ്റ് ആയിട്ട് ബാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും, അതായത് ക്വാളിറ്റി ആൻഡ് ക്ലെൻലിനെസ് ഇത് കൊടുക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ് എന്ന് അവർക്ക് തോന്നണം. ആ രീതിയിൽ നമ്മുടെ ഗവൺമെൻറ് ആക്ട് ചെയ്യണം. എന്നാലേ ഇതിന് നമുക്കൊരു എൻഡ് വരാൻ പറ്റുള്ളൂ. അതല്ലാതെ എന്തെങ്കിലും പ്രശ്നം വന്നു, പ്രശ്നം വരുമ്പോൾ പോയി ഓഡിറ്റ് ചെയ്യും, അല്ലെങ്കിൽ പോയി ഇൻസ്പെക്ട് ചെയ്തിട്ട് അത് സീസ് ചെയ്യും. ആഫ്റ്റർ 1 or 2 വീക്ക് അത് കഴിയുമ്പോൾ അവർ വീണ്ടും അത് സ്റ്റാർട്ട് ചെയ്യും. ഞങ്ങൾ ഇതെല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തോട്ടെ എന്ന് പറയും. അപ്പോൾ സസ്പെൻഷൻ മാറ്റി കൊടുക്കും, അവർ വീണ്ടും ചെയ്യും. ഇതാണ് നടക്കുന്നത്. അപ്പോൾ ഗൈസ്, അത്രയുള്ള കാര്യം എനിക്ക് പറയാനുള്ളത്. കാരണം ഇവിടെ ഈ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് എനിക്ക് വലിയ പിടിയില്ല. നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ മെൻഷൻ ചെയ്യട്ടോ. പക്ഷേ എന്തെങ്കിലും നടക്കുന്നതായിട്ട് കാണണ്ടേ? കാരണം ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും ഫുഡ് ഇൻഫെക്ഷൻ വന്ന് ആൾക്കാർക്ക് എന്തെങ്കിലും പറ്റുന്നു, ഇതെല്ലാം നമ്മൾ അറിയുന്നു. ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്, ഇതിനൊരു അന്ത്യമില്ല. പുറം രാജ്യങ്ങളിൽ ഞാൻ പോയിട്ടില്ല, പക്ഷെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഫുഡിനൊക്കെ ഭയങ്കര കൺട്രോളാണെന്ന് അവിടെ. അതായത് ഇൻ കേസ് ഫുഡിന് എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ ആ ഹോട്ടലിനെ അവർ പെർമനൻറ്റ് ബാൻ ചെയ്യും എന്നൊക്കെയാണ് ഞാൻ കേട്ടേക്കുന്നത്. കാരണം അവർ അത്രയ്ക്കും ഇമ്പോർട്ടൻസ് ആണ് ആ ഒരു ഡിപ്പാർട്ട്മെന്റ് അവർ കൊടുക്കുന്നത്. കാരണം ജനങ്ങളുടെ സേഫ്റ്റിയാണത്, ജനങ്ങളുടെ ഹെൽത്താണത്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇവിടെ നമുക്ക് മാഗി, കുർക്കുറെ, ലേസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അത് പുറത്ത് വേറെ ലെവലിലാണ് പോകുന്നത്. ഞാൻ ഈ അടുത്തൊരു പോസ്റ്റ് കണ്ടതാണ്. ഓക്കെ, അതിനെപ്പറ്റി അതല്ല നമ്മുടെ വിഷയം, അത് നമുക്ക് വേണമെങ്കിൽ പിന്നെ ഒരു ദിവസം ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻസിലൊന്ന് മെൻഷൻ ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കാര്യം പരിഗണിക്കുക. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.